ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളത് സുഖമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും സുഖമില്ലായിരുന്നു, ഇപ്പം ഇങ്ങനെ സുഖമായി വരണേ. ഇപ്പോൾ അത് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ മദ്രസയിൽ പോണ സമയത്ത് അതിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, ഒരാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ടാവും. ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും ഇടണം എന്നൊക്കെ, പക്ഷേ അതൊന്നും നടക്കണില്ല. ഇപ്പോൾ എല്ലാവർക്കും സുഖമില്ലായിരുന്നു വീട്ടിൽ, അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഇത്രയും വൈകിയത്. ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഇത് ഞാൻ വെള്ളപ്പത്തിനുള്ള മാവ് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കൽ. പിന്നെ കപ്പി കാച്ചലൊന്നുമില്ല, കപ്പി കാച്ചാണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക, എന്നാലും നന്നായിട്ട് വരും കേട്ടോ. പിന്നെ അവലിട്ട് അരക്കണവരുണ്ടല്ലേ, ഞാൻ ചോറും പച്ചരിയും തേങ്ങയിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ ഈസ്റ്റും ഇട്ട് അരച്ചെടുത്തത്. പിന്നെ ഇത് അതിനൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പാലൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിനൊന്ന് പനി വന്നിട്ടുണ്ടായിരുന്നു. പനി വന്ന് പിന്നെ മുണ്ടി വീക്കം അങ്ങനെ വന്ന്, അപ്പോൾ അതിന് ശേഷം പിന്നെ അവനക്ക് ഫുഡൊന്നും വേണ്ട, ഒന്നും കഴിക്കണില്ല. അപ്പോൾ രാവിലെയൊക്കെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലൊക്കെ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അവനൊന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവന് അസുഖം ഏകദേശം മാറി വന്നിട്ടാണ് ഇപ്പോൾ മദ്രസയിൽ പോകാൻ നിൽക്കുന്നത് കേട്ടോ. മദ്രസയിലൊക്കെ ലീവ് ആയിരുന്നു, മദ്രസയും സ്കൂളൊക്കെ ലീവ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു 5 ദിവസത്തിന് മുകളിലായിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ശേഷം ഈ വീഡിയോ എടുത്ത് പിറ്റത്തെ ദിവസമല്ല, അതിൻ്റെ പിറ്റത്തെ ദിവസമാണ് എനിക്ക് തീരെ വയ്യാതായിരുന്നു. ഞാൻ ഈ വീഡിയോ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ കിച്ചണിൽ ഇതുപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല കറങ്ങി ഇങ്ങനെ വീഴാൻ പോകണം, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ബാലൻസ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കിതുപോലെ ഒരു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടായിട്ടില്ല, ബാലൻസും പോയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി തല കറങ്ങി വീഴാനും പോകുന്നുണ്ട്, ഛർദ്ദിക്കണമുണ്ട്. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഈ ചാനൽ നടത്തി രാത്രി ഉറക്ക് കളിയുന്നുണ്ട്, ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല, ഇതെന്താ സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഷുഗർ കുറഞ്ഞതാണ്, ഷുഗർ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കുറച്ച് കൺട്രോളിലൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെ കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പഞ്ചസാരൻ്റെ അളവും കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചസാര ശരീരത്തിന് നല്ലതല്ല ഇത് മാത്രം ഞാൻ കേൾക്കലുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഞ്ചസാര കുറക്കാമെന്ന് വിചാരിച്ച് രാവിലെ അധികം മധുരമിടാതെയാണ് ഞാൻ ചായ കുടിക്കൽ. അപ്പോൾ ഈ ഫുഡ് കുറച്ചതും പഞ്ചസാര കുറച്ചതും എല്ലാം കൂടെ ചിലപ്പം പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആരെങ്കിലും ഇതുപോലെയൊക്കെ തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് ഒപ്പം സ്റ്റോപ്പാക്കരുത്, കുറച്ചായിട്ട് കൊണ്ടുവന്നാൽ മതി. ഷുഗറും അതുപോലെ തന്നെ രാത്രി ഫുഡ് കുറച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചക്കാണെങ്കിലും കഴിക്കുന്ന അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് സംഭവിച്ചതായിരിക്കും. പിന്നെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നിട്ടില്ല, 2 ദിവസത്തിനുള്ള മരുന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വീട്ടിൽ ചെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം, നല്ലോണം മധുരം ഇട്ടോളിയെന്ന് പറഞ്ഞിട്ടാണ്. ഒരു കൂടുതൽ മധുരം ഇട്ടിട്ട് 2 ഗ്ലാസ് ജ്യൂസ് വീട്ടിൽ ചെന്ന പാടനെ കുടിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരണമാണെന്ന് വെച്ചു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ പോയിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ അഞ്ചുമോൾക്ക് തീരെ സുഖമില്ലാണ്ടായി, അവൾക്കും മുണ്ടി വീക്കം തന്നെ വന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അഞ്ചുവിനുണ്ടായി. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ചുവിന് മാറിയിട്ടുണ്ട്, ഐഷുമോക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഓരോരുത്തർക്ക് അസുഖങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ഇത്രയും ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അഞ്ചുവിന് ശരിയായി വരുന്നുണ്ട്, അതിനും ശരിയായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഐഷുമോക്കാണ് തുടങ്ങിയിട്ടുള്ളത്. അവളും ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ അതാ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും മിഞ്ഞാന്നൊക്കെ വന്നില്ലേന്നോ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഒരു 4-5 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു ഡോക്ടറോട്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പോണ്. പിന്നെ അതിനും ചായ കുടിച്ച് മദ്രസ പോവാണ് കേട്ടോ. രാവിലെ മദ്രസ ഒരു 7 മണിക്ക് തുടങ്ങി ഒരു 9 മണി വരെയാണ് മദ്രസ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പും അതിക്ക് വെജിറ്റബിൾ ഈസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോയും പിന്നെ കുറച്ച് ഗ്രീൻ പീസും ആണ് കേട്ടോ. ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്രീൻ പീസും ക്യാരറ്റും പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക്. അപ്പോൾ ഗ്രീൻ പീസ് ഇതിലിട്ടാലും വേവ് കിട്ടാം. ഞാൻ കുക്കറിലാണ് കൂടെ കുക്കറിലായ ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിൽ പാനിലാകുമ്പോൾ കറക്റ്റ് നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിലുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ്. അതുകൊണ്ട് അത് നന്നായി വെന്ത് വന്നോളും. അപ്പോൾ കുക്കറിലിടേണ്ട ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കുള്ള. അപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ വേവ് ഉണ്ടായിരിക്കും കേട്ടോ ഈ പൊട്ടാറ്റയും ക്യാരറ്റൊക്കെ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പാനിൽ വെച്ചുകൊണ്ട് അത്രയും സമയം പിടിക്കും. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെള്ളപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹോൾസ് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പി കാച്ചണമെന്നൊന്നുമില്ല ഇങ്ങനെ നന്നായി വരാൻ. ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചുടൽ. കപ്പി കാച്ചി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ അഥവാ നമുക്ക് സമയമില്ലാത്തൊരു രാവിലെ സോഡാപ്പൊടി ചേർത്തും ഉണ്ടാക്കലുണ്ട് ഇത് പറഞ്ഞ കേട്ടോ. അതും ഞാൻ ചെയ്തിട്ടില്ല. സോഡാപ്പൊടിൻ്റെ ടേസ്റ്റും അത്ര ഇല്ല എനിക്ക്. ഞാൻ അധികം ഈസ്റ്റ് ഇട്ടിട്ട് തന്നെയാണ് വെള്ളപ്പം ചുടൽ. അപ്പം ഞാൻ രാവിലെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്കിനി ക്ലീനിങ് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളപ്പം നല്ല സൈഡൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നടുവ് നല്ല സോഫ്റ്റുള്ള വെള്ളപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ അത് മുഴുവൻ മാവും ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കി വെക്കാനില്ലായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാനുള്ളത് മാവുള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. പൊടിയല്ല. പൊടിയാകുമ്പോൾ ചിലപ്പോൾ കറീൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങേൻ്റെ 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ്. തേങ്ങേൻ്റെ 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായ നമുക്ക് ഓഫാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റിലേറെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഞാൻ സമയം നോക്കിയിട്ടില്ല, ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് അവർക്ക് അറിയാവാൻ. അപ്പോൾ ഇതാ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ആക്കുകയാണ് കേട്ടോ. നമുക്കിനി അടുത്തത് ഉച്ചക്കുള്ള ലഞ്ച് കൂടി ആക്കിയിട്ട് വേണം കിച്ചണത്തെ ബാക്കി പണികളൊക്കെ തീർക്കാൻ. ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ പരിപാടികളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നോമ്പ് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ചായയും കടിയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു കറി വെള്ളപ്പത്തേക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ്റെ ഇഷ്ടമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ചായ കുടിക്കൊക്കെയാണ്. മക്കളൊക്കെ ഓരോരുത്തർ ചായ കുടിച്ച് പിന്നെ ഇനി അടുത്തത് നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ അഞ്ജുവിന് സ്കൂളിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സ്കൂൾക്ക് ചോർക്ക് കൊണ്ടുപോകണത് ഇന്ന് മുട്ട വറുത്തതാണ് കേട്ടോ. മുട്ട വറുത്തത് രണ്ടാൾക്കും സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അതിന് ജസ്റ്റ് കടുക് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ അതിൽ ഒരു 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. 3 മുട്ട അതിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക കേട്ടോ. കുറച്ച് സമയം ഇതിലിങ്ങനെ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റായി വരിക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടത്. അപ്പോൾ ഇതാണ് അവളൊന്ന് സ്കൂൾക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എല്ലാം ഒന്ന് സ്പീഡിലാക്കി എടുക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഉച്ചക്കൊക്കെ ഇതാ ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബീഫ് കട്ട് ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ചെറിയ ഇടയ്ക്കൊക്കെ വലിയ പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്താൽ ഞാനിത് ആദ്യം വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രൈ ആക്കിയാൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം, കറിവേപ്പില, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടാൽ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി എത്തൂട്ടാ. പിന്നെ വെള്ളം ചേർക്കേണ്ട, തീരെ വെള്ളം ചേർക്കേണ്ട. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 8-10 വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും കേട്ടോ ഏകദേശം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ
വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടക വെച്ചിട്ട് മിക്സ് ചെയ്യണത്. നിങ്ങൾ കൈയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തും നന്നായി മസാല പിടിക്കൂട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിനി കറി വെക്കാൻ വേണ്ടി ചീരയാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചീരയ്ക്ക് ഇവിടെ പറയൽ കറിവേപ്പ് ചീര എന്നാണ് കേട്ടോ. കറിവേപ്പിലേൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. പല സ്ഥലത്തും പല പേരാണ് കേട്ടോ. ഞാനിങ്ങനെ ഫോണിൽ കണ്ടതിന് സിംഗപ്പൂർ ചീര എന്ന് പറയും, മൈസൂർ ചീര, വേലിച്ചീര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ കറി വെക്കാനും പറ്റും, അല്ലെങ്കിൽ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് നമുക്ക് ഉപ്പേരി അങ്ങനെയൊക്കെ ആക്കി ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇളം ഇലകളാണ് എടുക്കുന്നത്. മൂത്ത എടുക്കുക കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നല്ല ഇളം ഇലകളാണ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കാട് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൊട്ടിച്ച് കൂടുന്നതാണ് അവിടുന്ന്. അപ്പോൾ കുറച്ച് പരിപ്പും തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ, ജസ്റ്റ് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ തേങ്ങൻ്റെ അരപ്പിൽ മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടി മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ അത് ജസ്റ്റ് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഓഫാക്കുക കേട്ടോ, ഒരു വിസിലടിച്ചതിന് ശേഷം. പിന്നെ എൻ്റെ ബീഫ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി വറ്റിച്ചെടുത്തിട്ടാണ്. അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ബീഫ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ കഴിക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പണിയൊന്ന് കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ആക്കുകയാണ്. അതുപോലെ തന്നെ കറിയും എന്ത് വന്നിട്ടുണ്ട്, അതിലേക്കുള്ള അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു അരമുറി തേങ്ങയിൽ ഒരു 2 പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം, കറിവേപ്പില, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇത്രയായിട്ട് അരച്ചെടുത്താൽ കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. പിന്നെ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചൊന്ന് താളിച്ചെടുത്താൽ മതി കറി കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ റെഡിയായി, സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ ആയിഷു എണീറ്റ് വന്ന് അവളൊക്കെ ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ ടി വി ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളവിടെ ടി വി കണ്ട് ഇരുന്നോളും. പിന്നെ ടി വി കണ്ട് ഒരുപാട് നേരം ഇരിക്കൂല, അവിടെ കളിക്കുക കേട്ടോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടിട്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുമരിൽ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അകത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റാണിത്. ഇതൊരു ക്ലോക്കാണ് കേട്ടോ. ഇതിൽ അയിനുവിൻ്റെയും അഞ്ജുവിൻ്റെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇത് അയിനുവാണ്. പിന്നെ ഇത് അഞ്ജുവിൻ്റെ പഴയ ഫോട്ടോസ് ആണ് കേട്ടോ. ഇത് അഞ്ജു തന്നെയാണ്. അപ്പോൾ അതിന് ചെറിയ കുട്ടിയെ നല്ലൊരു ഉരുണ്ടിട്ടായിരുന്നു കേട്ടോ അവൻ്റെ മുഖമൊക്കെ. ഇപ്പോഴും ഉരുണ്ട മുഖം തന്നെയാണ്, എന്നാലും കുറേ തടിയൊക്കെ പോയിട്ടുണ്ട് അവന്. പിന്നെ ഞാൻ കിച്ചണിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലത്തെ കബോർഡുകളൊക്കെ ഞാൻ നേരത്തെ നന്നായി തുടച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഇതിലത്തെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഈ പറഞ്ഞ മാതിരി കുട്ടികളെ വീട്ടിലുള്ളവർക്കൊന്നും എല്ലാ പണിയും ഒറ്റ ദിവസം കൊണ്ട് നടക്കൂല. വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം വേണ്ട ചെയ്യാം. അപ്പോൾ ഷെൽഫൊക്കെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മരം ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ചെതൽ കയറലുണ്ട്. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല. മഴയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ചെതലിൻ്റെ കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ ഇപ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റാക്കൊക്കെ ഒന്ന് ഡിഷ് വാഷർ ഇട്ടിട്ട് ഒന്ന് ഉരച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ഇറങ്ങാൻ പാടില്ല ഉള്ളിലേക്ക്. അപ്പോൾ അധികം ഞാൻ വെള്ളം ആക്കാണ്ടാണ് തുടച്ചെടുക്കണത്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കബോർഡിൻ്റെ പുറത്തൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഉള്ളൊക്കെ ഞാൻ നേരത്തെ നന്നാക്കിയത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചുമരും ഇതൊക്കെ തുടക്കുമ്പോൾ ഇവിടെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ മരം ആയതുകൊണ്ട് തന്നെ അധികം നനവൊന്നും പറ്റില്ല. നല്ല പിഴിഞ്ഞിട്ടാണ് ഞാൻ തുടച്ചെടുക്കുക. ശീല അധികം നനവില്ലാണ്ട രീതിയിലൊന്ന് തുടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റ് ഞാനിതാ ചെയറൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ടിട്ട് വെള്ളം പാർന്നൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണൊക്കെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ബൈ.